ഇനിയിപ്പോൾ ഡൽഹിയിലേക്ക് പോകാം. അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു, രാജ്യ തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാവുക എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടത് ഈ പുതിയ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് നിരവധി സംഘടനകൾ, മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ. അതിൽ ലീഗിന്റെ ഭാഗത്ത് നിന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ കപിൽ സിബലുമൊക്കെയായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം മാധ്യമങ്ങളെ കാണുമെന്നൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകൾ ഉണ്ടാകും. വലിയൊരു നിയമ പോരാട്ടത്തിനാണ് ഇനിയിപ്പോൾ വേദിയാവുക എന്നുള്ളതാണ്. പിന്നെ ഒഡീഷയിൽ മലയാളി വൈദികനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. പോലീസ് എന്തുകൊണ്ട് ഈ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലുള്ള ഒരു പ്രതിഷേധം കൂടി ഇന്ന് വൈദികരുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മാസപ്പടി കേസിൽ SFIയുടെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMR സമർപ്പിച്ച ഹർജിയും ഇന്നിപ്പോൾ ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇന്ന് ഡൽഹി എന്ന് മനസ്സിലാക്കാം. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, ഗുഡ് മോർണിംഗ്. തൗഫീഖ്, എനിക്ക് തോന്നുന്നു ഈ വഖഫ് ബില്ലിലെ നിയമ പോരാട്ടവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ നമുക്ക് ആദ്യം തുടങ്ങാം. തീർച്ചയായിട്ടും വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപക പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. പാർലമെന്റിന്റെ ഇരുസഭകളും ബില്ല് പാസാക്കിയതിന് പിന്നാലെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ബില്ലിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. ഇതോടുകൂടി നിയമമായിട്ടുണ്ട്. എന്നാൽ അത് പ്രാബല്യത്തിലാവുന്നത് ഇനിയിപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയാൽ മാത്രമായിരിക്കും അത് പ്രാബല്യത്തിലാവുക. അതിനു മുമ്പ് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് വിവിധ സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗ് എന്തായാലും വലിയ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലുമായി ഡൽഹിയിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ചർച്ച നടത്തുന്നുണ്ട്. അതിനുശേഷം സുപ്രീം കോടതിയിൽ ഇന്ന് തന്നെ ഹർജി സമർപ്പിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. 10 മണിക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ സമയം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ മാധ്യമങ്ങളോട് കുഞ്ഞാലിക്കുട്ടി പങ്കുവെക്കുകയും ചെയ്യും. രാജ്യവ്യാപക പ്രതിഷേധം ഇതിനോടകം തന്നെ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വ്യക്തി നിയമ ബോർഡിന്റെ ഭാഗത്തു നിന്നുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയും ചെയ്യും. വ്യക്തി നിയമ ബോർഡും ഉടൻ കോടതിയെ സമീപിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ ജമിയത്തുൽ ഉലമ ഹിന്ദും അതോടൊപ്പം തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ സംസ്ഥയെല്ലാം സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. നിയമ പോരാട്ടം എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസും അതോടൊപ്പം തന്നെ അസദുദ്ദീൻ ഉവൈസി എല്ലാം ആദ്യഘട്ടത്തിൽ തന്നെ ബില്ല് പാർലമെന്റ് പാസ്സാക്കി തൊട്ടുടൻ തന്നെ കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾ എന്തായാലും കോടതിയിലുണ്ടാകും. കോടതി എങ്ങനെയാണ് ഇനിയിപ്പോൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നായിരിക്കും ഈ ഹർജികൾ പരിഗണിക്കുക എന്ന കാര്യത്തിൽ കോടതി ഒരു തീരുമാനം എടുത്തിട്ടില്ല. നിരവധി ഹർജികൾ വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ഹർജികളും ഒരുമിച്ചായിരിക്കും കോടതി പരിഗണിക്കുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതേസമയം സർവകലാശാല കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രതിഷേധങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട്. വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കാനുള്ള വിവരങ്ങൾ ഇതാണ്. മറ്റൊന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് SFIയുടെ തുടരന്വേഷണം സ്റ്റേ ചെയ്യണമെന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ CMR മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഡൽഹി ഹൈക്കോടതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ഉൾപ്പെട്ട ഒരു കേസാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഗൗരവതരമായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യമാണെന്ന് നേരത്തെ മറ്റു പാർട്ടികളെല്ലാവരും ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ഈ ഹർജി പ്രധാനമായും പരിഗണിക്കുമ്പോൾ ഈ കേസിൽ കമ്പനികാര്യ മന്ത്രാലയം പ്രോസിക്യൂഷൻ അനുമതിയിൽ വ്യക്തത വേണമെന്നാണ് കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്നത്. എന്നാൽ അതിലൊരു വ്യക്തതയുണ്ടായിട്ടില്ല. അതിലൊരു വ്യക്തത വരുത്തണമെന്ന് കൂടി കോടതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് കൈമാറിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്നുള്ളൊരു ആവശ്യം കൂടി ഇപ്പോൾ CMR കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് കോടതിയിൽ വിശദമായ വാദം കേൾക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ഈ വൈദികർക്ക് നേരെ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട്. ഒഡീഷയിലാണ് ഏറ്റവും ഒടുവിൽ മലയാളി വൈദികന് നേരെ മർദ്ദനമുണ്ടായത്. അത് പോലീസിന്റെ ഭാഗത്തു നിന്നുകൊണ്ടായിരുന്നു മർദ്ദനമുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടം അതോടൊപ്പം തന്നെ പ്രതിഷേധവും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇപ്പോൾ അതിരൂപത തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നടക്കം വൈദികർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഒഡീഷയിൽ ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് അതിരൂപത ഈ കേസുമായി മുന്നോട്ട് പോകാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്.